മേഘ, ഇന്ന് കേരളത്തിലെ സഖാക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. ഇന്ന് ചില ആളുകളുടെ പോസ്റ്റൊക്കെ കണ്ടു. ഇന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങളും LDF തൂത്തുവാരിയേനെ. പക്ഷേ ചില സഖാക്കളുടെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇ ഡി നന്ദി, ഇ ഡി നന്ദി, ഉറങ്ങിക്കിടന്ന LDFനെ ഉണർത്തി തന്നതിന് നന്ദി, 1000 നന്ദി. അപ്പോൾ ഇ ഡിയോടാണോ ഇവിടുത്തെ ഇടതുപക്ഷ അനുഭാവികൾ നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ നന്ദി പറയേണ്ടത്? കമ്മ്യൂണിസ്റ്റുകാരല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും ഈ അവസരത്തിൽ നന്ദി പറയേണ്ടത്. അതിനേക്കാൾ ഉപരി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മകൾ വീണ തൈക്കണ്ടി നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം ഒരു പാർട്ടി ഒന്നടങ്കം തെരുവിലിറങ്ങി ചില വലിയ സഖാക്കന്മാർ പറയുന്ന അനുസരിച്ച് ചെറിയ ആക്രമണമേ അല്ലാത്ത ചെറിയ ആക്രമണങ്ങൾ നടത്തി തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന, ശരിക്കും ഒരു മുഖ്യമന്ത്രിയുടെ മകളായിട്ടൊക്കെ ജനിച്ച എന്തൊരു പ്രിവിലേജ് ആണല്ലേ, ഒരു പാർട്ടി തന്നെ. എനിക്ക് ജനങ്ങൾക്ക് ഇത് കുറെ കൂടെ എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു. അയ്യോ, വലിയ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞാൻ മറ്റേ കെ എ ഷാജി സാറിന്റെ പോസ്റ്റുകൾ വളരെ രസകരമാണ്, പല സമയത്തൊക്കെ ഇടുന്ന പോസ്റ്റുകൾ. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ബേക്കറി ജംഗ്ഷനിലുള്ള വീടിന് മുന്നിലാണ് എന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ തിരക്കിനിടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ ക്യാപ്ഷനാണ്, അയൽവക്കത്ത് ഒരു അനീതി നടന്നാൽ പിന്തുണയുമായി എത്തേണ്ടത് നമ്മുടെ കടമയാണ്, VD സതീശൻ നീതി പാലിക്കുക എന്ന് പറഞ്ഞിട്ട്. കെ എ ഷാജി സാർ മാത്രമല്ല, ഒരുപാട് പേർ ഇതിനെപ്പറ്റി ട്രോളുകൾ ഉണ്ടാക്കുന്നു. രാഹുൽ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലായിരുന്നു, ഒരു മങ്ങിയ മട്ടിൽ ഒരു മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന ന്യൂസ് റൂമുകളൊക്കെ വലിയ ആർജവത്തോടെ. ഇപ്പൊ നമ്മൾ ചർച്ച എടുക്കുന്നതിന് മുമ്പ് തന്നെ മേഘനെ കാണിച്ച മറ്റേ പോസ്റ്റ് ഉണ്ട്, സ്വരാജിന്റെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇതൊരു ആക്രമണമേ അല്ല. ആരാ പറയുന്നത്? സ്വരാജ്. അതിനടി വന്ന കമന്റ് ആണ് അതിൽ രസം. മറ്റേ മുരുകൻ കാട്ടാക്കട ലൈൻ വെച്ചു, അത് നമ്മുടെ വീണ നായരുടെ പോസ്റ്റ് ആണ്. അത് മുരുകൻ കാട്ടാക്കടയുടെ വരികളാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, സ്വരാജിന് പവറുള്ള കണ്ണടകൾ വേണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്കിതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകമായ കാര്യമായിരുന്നു. രാഹുൽ ഗാന്ധിയെ പഴിക്കാനും VD സതീശനെ പഴിക്കാനും കോൺഗ്രസ് CPM-നെ ചവിട്ടി മെതിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാനും പറ്റിയ ഒരു അവസരമായിരുന്നു. പക്ഷേ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഫണ്ടായിരുന്നു. ഇന്നലെ ഒരാൾക്കത് ഫണ്ടാണെങ്കിൽ, ആ ടാക്സി ഡ്രൈവർമാരുടെ കാര്യം ആലോചിക്കുവാണെങ്കിൽ അവർക്കത് അവരുടെ ജീവിതോപാധി തന്നെ നഷ്ടപ്പെട്ട ഒരു കറുത്ത ദിനവുമായി. ഇന്ന് തൊട്ട് അവർക്കും ഫണ്ടായി. നമ്മുടെ ARHim വിളിച്ചിട്ട് അവരെ സ്വാതന്ത്ര്യപ്പിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു. സ്വാതന്ത്ര്യപ്പിച്ച് 2 കണ്ണീര് വീണപ്പോ 2 കട്ടി സ്വർണ്ണം അങ്ങ് വീണു. അത് വിറ്റവർ ഇനി ജീവിക്കുമായിരിക്കും. വളരെ മോശം പ്രവൃത്തി, മോശം ചില കാര്യമായിട്ടും. ശരിക്കും ഇത്തരത്തിലുള്ള രീതികളൊക്കെ വളരെ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതികളാണ്. ഇപ്പോ വെറുതെ രാത്രിക്ക് രാത്രി വീട്ടിൽ കയറി പിണറായി മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടും CPM-ന്റെ വലിയ നേതാവായതുകൊണ്ടും പിണറായി വിജയനെ കിടക്കയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ സംഭവമൊന്നുമല്ല. ഒരു വലിയ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നതാണ്. അതിന് ഈ നമ്മുടെ KM ഷാജിയെ പോലെ, അതുപോലെ ഈ അന്വേഷണത്തിന് മുന്നിൽ ചെങ്കും വിരിച്ചിരുന്നു കൊടുത്ത, നെഞ്ചും വിരിച്ചിരുന്നു കൊടുത്ത നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ പോലെ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതിയായിരുന്നു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വന്ന് മുഷ്ടി ചുരുട്ടി നിൽക്കുമ്പോൾ അത് ഹീറോയിസം ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഷയിൽ ഞാൻ അല്ല എന്ന് പറയും. അത് തന്നെയായിരുന്നു ഇന്നലെ സംഭവിച്ചതും. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചില പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു, അതിൻ്റെ അടിയിലെ കമന്റുകളാണ്, കമന്റ് ബോക്സുകളിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. ഇന്നലെ മുതൽ ഫേസ്ബുക്ക് വളരെ ആക്റ്റീവാണ്. ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു മിഡ് ഏജിലുള്ള യൂസേജ് തെറ്റാണോ എന്നറിയില്ല, ഒരു 30കൾക്കും 60കൾക്കും ഇടയിലുള്ള ആൾക്കാരൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ഫേസ്ബുക്കിലാണ്. അപ്പോൾ അവരുടെ പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വായിക്കാനും കാണാനും ഇതിനുള്ള റിപ്ലൈ ഒക്കെ കാണാൻ നല്ല രസമാണ്. ചിലതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണിക്കേണ്ടി വരും, തെരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റുകൾ. ഈ പോസ്റ്റുകൾ ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന ആൾക്കാർക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളത്. ഇന്നലെ തന്നെ ജിൻഡോയുടെ പോസ്റ്റ്, ജിൻഡോ ഇങ്ങനെ വീട്ടില് ഇങ്ങനെ കൈക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ചില കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് അനുഭവത്വമുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിനെ പറ്റി പഠിച്ച് ഒരു 10-15 വർഷം മുമ്പുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്ന
പലരെയും ഞാൻ കാണാറുണ്ട്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. എന്ത് വിഷയമുണ്ടെങ്കിലും അതിനെ അക്കാഡമിക്കലി ഡീൽ ചെയ്ത് കാര്യമായി തന്നെ ഡീറ്റെയിൽസ് പറയുന്ന ആൾക്കാർ. അവർ ക്യാപ്സ്യൂളുകൾ ഇടുന്ന പ്രത്യേകം ഇത് കിട്ടിയിട്ടുള്ള എന്താ പറയുക ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അവർ പോലും ഇന്നലെ തളർത്താൻ കഴിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുമ്പോൾ ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് തോന്നിപ്പോ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് തന്നെ ഒരു പോയിന്റ് തോന്നി, ഇനി ഞാൻ ചിന്തിക്കുന്നതിന്റെ തെറ്റാണോ ഇവരാണോ ശരി എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും ശരിയാണ്, പിണറായി വിജയനെ എല്ലാവരും കൂടി ആക്രമിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാകും. സ്വാഭാവികമാണ്. അല്ല, പിണറായി വിജയനെ ആക്രമിക്കുക മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ പിണറായി വിജയനെ ആക്രമിക്കുകയാണെങ്കിൽ ഇവിടെ ആരാണ് ആക്രമിക്കുന്നത്? പിണറായി വിജയൻ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരാണ്. ആക്രമിക്കുന്നത് ഇപ്പൊ ഇ ഡിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന പോലെ വന്ന ഉടനെ രാഹുൽ ഗാന്ധിക്ക് സമാധാനമായല്ലോ. അല്ല, ഇ ഡി ആരുടെ അധീനതയിലാണ്? കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല, ഞങ്ങളിത് പറഞ്ഞിട്ട് പോലില്ല, ഞങ്ങൾ പിന്നെ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്ന രമേശ് ചെന്നിത്തല ഒരു വശത്ത്. അപ്പോൾ ഇ ഡിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ സാധാരണയായിട്ട് ചോദിക്കും. കാരണം രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇ ഡി ഇട്ടത്. ഇ ഡി വന്നത് എന്തിനാണ്? പിണറായി വിജയനെ പിടിക്കാനാണോ? അല്ലല്ലോ. ഇപ്പൊ എനിക്കൊന്ന് നമ്മുടെ പി സി ജോർജിന്റെ പോസ്റ്റിൽ പറയുന്ന കൂട്ട് എനിക്കൊന്ന് മേഘ തന്നെ അതൊന്ന് അത് കാണിച്ചു തന്നത്. ഇപ്പൊ എനിക്കൊന്ന് പി സി ജോർജിന്റെ പോസ്റ്റാണെന്ന് തോന്നുന്നത്. അതെ, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാട്ടിക്കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന പുതിയ നിയമത്തെക്കാൾ എനിക്കിഷ്ടം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പഠിപ്പിക്കുന്ന പഴയ നിയമമാണ്. വിജയനും കുടുംബത്തിനും ആശംസകൾ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷോൺ ജോർജ് ആയിരുന്നു ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്. ഷോൺ ജോർജിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, സകല പാമ്പും പഴുതാരയും 100 കണക്കിന് മാർച്ചുകളും നടത്തിയിട്ടുള്ള വീട്ടിൽ ജനിച്ചു വളർന്നവനാണ് ചാക്കോ. പ്രിയ സഖാക്കളെ, കടൽ കണ്ടവനെ കുളം കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. അതുകൂടെ വേറൊരു കാര്യമുണ്ട്, അതിന്റെ അടിയിലെ കമന്റ് ആണെന്ന് തോന്നുന്നു. വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വിജയന്റെ വീട്ടിലേക്കല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും വീട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അത് ഫേസ്ബുക്ക് ഒന്നടങ്കം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തിയത്? കാരണം ഈ കേസിന്റെ ഈ പറഞ്ഞ മർമ്മപ്രധാനമായ പങ്ക് വഹിക്കുന്ന വ്യക്തി എന്ന പേരുള്ള വീണ വിജയൻ താമസിക്കുന്നത് ആ വീട്ടിലാണ്. അവർ വേറെ വീട്ടിലാണ് താമസിച്ചതെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു. അതുകൊണ്ടാണ് റിയാസിന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അതേപോലെ പിണറായി വിജയന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നത്. അല്ലാതെ വീണ വിജയന് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ അന്വേഷണം വന്നേനെ. ഇതിപ്പോ അവർക്ക് 12 ഇടങ്ങളിൽ സ്ഥലം ഉണ്ടായതുകൊണ്ട് 12 ഇടങ്ങളിൽ അന്വേഷിക്കുന്നു. ബേസിക്കലി അദ്ദേഹം ഒരു ഉത്തരം അദ്ദേഹമല്ല, വീണ വിജയൻ ഒരു ഉത്തരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇതിലുള്ളത്. ഉത്തരമില്ല എന്നുള്ളത് അവരുടെ മോശം സാഹചര്യം, അവർക്ക് പറയാൻ ഉത്തരമില്ല, അതുകൊണ്ടാണ് ഉത്തരം കൊടുക്കാനില്ലാത്തത്. പക്ഷെ ഇതിനു വേണ്ടി ഈ സഖാക്കൾ എന്തിനാണ്? ഈ പാവപ്പെട്ട പിള്ളേർ, ഈ SFIയിലെ കുഞ്ഞു കുഞ്ഞു പിള്ളേരെ കണ്ടായിരുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം നടത്തിയതെല്ലാം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കാൻ വന്ന, UG കോഴ്സ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. ഇവരെയൊക്കെ എന്തിനാണ് ഈ നിർബന്ധിച്ച് നിരത്തിലിറക്കി ഈ പ്രതിഷേധങ്ങൾക്കും എല്ലാം ഇട്ട് വീട്ടിലിരുന്ന് ഈ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ തളരില്ല എന്ന് പറയുമ്പോൾ അതിൽ രസകരമായിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വാപ്പ എന്നിട്ടേക്കുന്നത്, എന്റെ മകനില്ലാത്ത ആദ്യത്തെ പെരുന്നാൾ. അപ്പൊ അതിന്റെ അടിയിലേക്ക് വരുന്ന സമരത്തിന് പോയതിനാണല്ലോ മോനകത്ത് പോയത്. അല്ല, അതിന്റെ അടി വരുന്ന കമന്റുകൾ ഭയങ്കര രസമാണ്. ഇപ്പൊ ഒരു സഖാവാണെന്ന് തോന്നുന്നു വാപ്പ, അപ്പൊ അദ്ദേഹം കമന്റ് ഇടുകയാണ്, മകനില്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. ഞാൻ ആദ്യം വായിച്ചപ്പോ ഞാൻ ഓർത്തു ഇനി രക്തസാക്ഷിയുടെ പിതാവ് വല്ലോ ആണോ എന്നോർത്തിട്ടാണ് ഞാൻ കമന്റ് ബോക്സ് വായിക്കുന്നത്. അപ്പൊ എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായി. എന്തിനാ പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി വന്നതിന് ഇ ഡിയുടെ കാറ് തല്ലിപ്പൊളിച്ചാണ് കൊണ്ടുപോയത്. അതെ. അപ്പോ യഥാർത്ഥത്തിൽ ഇവരാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ പഠിക്കാൻ വരുന്ന യുവാക്കളാണ് ഈ, അവര് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പഠിച്ചിട്ട് പോകണം. അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് നല്ലതാണ്, പ്രതിഷേധിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരും ഇന്ന് ഏത് സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പല ആളുകളാണെങ്കിൽ പോലും ഇവരെല്ലാം ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊക്കെ വന്നവരാണ്. പക്ഷേ സമരങ്ങൾ അതിരുവിടുമ്പോൾ അത് ഗുണ്ടായുസമാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇന്നലെ കണ്ടത് ഗുണ്ടായുസമാണ്. ഇ ഡി ആക്രമിക്കുക, വന്ന കാറുകൾ നശിപ്പിക്കുക, കാറിൽ ചീമൊട്ട എറിയുക, ചുടുകട്ട കൊണ്ട് കാല് തള്ളിപ്പൊഴിക്കുക, എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്നറിയില്ല എന്നതാണ് അതിന്റെ മറ്റൊരു കാര്യം.
പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ ഒരു ഭാവി പോലും ഇല്ലാതെ ജയിലറകളിൽ തീരുന്നൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെങ്കിൽ ഓക്കെ. ഇത് നേതാവിൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്ത് ജയിലിൽ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്, അത് അതെ, അതെ, അതെ. സമരമല്ലല്ലോ, ഗുണ്ടായിസം കാണിച്ചിട്ട് ഗുണ്ടായിസം ജയിലിൽ കാണിച്ചു. പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വിഷം വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു പോകുന്നതാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അവർ ജയിലിൽ പോകുന്നത്. ഇതെന്തിനാണ്? പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും വേണ്ടിയിട്ട് ജയിലിലേക്ക് പോകുന്ന കുട്ടി സഖാക്കൾ. അപ്പോൾ അത്രയും ബോധം മാത്രമേ അവർക്കുള്ളൂ എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല.